കണ്ണൂർ വിഷൻ ചാനലിൻ്റെ പ്രദക്ഷിണ വഴിയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ പ്രദക്ഷിണ വഴി എത്തിച്ചേർന്നത് പെരുമണ്ണ് ശ്രീ ചുഴലി ഭഗവതി ക്ഷേത്രത്തിലാണ്. തളിപ്പറമ്പ് ഇരിക്കൂർ ടൗണിൽ നിന്ന് ഇരിട്ടിയിലേക്ക് പോകുന്ന റൂട്ടിൽ ഇരിക്കൂർ ടൗണിൽ നിന്ന് 4 കിലോമീറ്റർ കിഴക്കോട്ടേക്ക് സഞ്ചരിച്ചാൽ പെരുമണ്ണ് പ്രദേശത്തെത്തും. പെരുമണ്ണ് പ്രദേശത്തിൻ്റെ മുഴുവൻ അധ്യക്ഷയും നാഥയുമാണ് പെരുമണ്ണിലെ ശ്രീ ചുഴലി ഭഗവതി ക്ഷേത്രം. നമുക്ക് ഈ ക്ഷേത്രത്തിലെ ആചാരങ്ങളെക്കുറിച്ചും അനുഷ്ഠാനങ്ങളെക്കുറിച്ചും പ്രദക്ഷിണ വഴിയിലൂടെ മനസ്സിലാക്കി തൊഴുത് പ്രാർത്ഥിച്ചു വരാം. പെരുമണ്ണ് ശ്രീ ചുഴലി ഭഗവതി ക്ഷേത്രം, ക്ഷേത്രങ്ങളുടെയൊക്കെ ഐതിഹ്യം പറയുമ്പോൾ ഏറ്റവും കൂടുതൽ ദേവീ ചൈതന്യമാണ്. നമുക്കറിയാം, ഭാരതത്തിൽ അറിയപ്പെടുന്ന അന്നപൂർണേശ്വരി ക്ഷേത്രങ്ങളിലൊന്നാണ് ചെറുകുന്ന് അന്നപൂർണേശ്വരി ക്ഷേത്രം. അന്നപൂർണേശ്വരി മരക്കപ്പലിൽ വന്നു എന്നാണ്. അങ്ങനെ വന്ന സമയത്ത് അനവധി ദേവതാ ചൈതന്യങ്ങളുടെ കൂടെയാണ് വന്നത്. ആ ദേവീ ചൈതന്യങ്ങളുടെ കൂടെ ചുഴലി സ്വരൂപത്തിലുള്ള ഭഗവതിയും ഉണ്ടായി എന്ന് ഐതിഹ്യങ്ങൾ ഉദ്ഘോഷിക്കുന്നു. മറ്റൊന്ന്, കോവിലകവുമായി ബന്ധപ്പെട്ട അനുഷ്ഠാനത്തിലൂടെയും സാമന്തന്മാരുടെ ആഗമന കാലഘട്ടത്തിലുണ്ടായ ഈശ്വരീയ അനുഷ്ഠാനത്തിലൂടെയും ചുഴലി ഭഗവതിയെ പറയുന്നുണ്ട്. ഈ ചുഴലി ഭഗവതിയുടെ എല്ലാ ക്ഷേത്രങ്ങളിലെയും ആചാര്യ പാരമ്പര്യമെന്ന് പറയുന്നത് പുതുശ്ശേരി സമ്പ്രദായം. ആ പുതുശ്ശേരി സമ്പ്രദായമാണ് ചുഴലി ഭഗവതി ക്ഷേത്രത്തിലെ ആചാര്യ പാരമ്പര്യം. പെരുമണ്ണ് ശ്രീ ചുഴലി ഭഗവതി ക്ഷേത്രത്തിലെത്തുമ്പോൾ കിഴക്കോട്ട് ദർശനമായുള്ള ദേവീക്ഷേത്രം, ഈ സമീപ കാലഘട്ടത്തിൽ ക്ഷേത്രത്തിൻ്റെ നവീകരണ കർമ്മങ്ങൾ 2017 നവീകരണ കർമ്മങ്ങളും കാര്യങ്ങളൊക്കെ അനുഷ്ഠിച്ചിട്ടുള്ളത്. ക്ഷേത്രത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ തന്നെ പ്രേക്ഷകർക്ക് കാണാം ചെറിയ തിരുമുറ്റം. ആ തിരുമുറ്റത്ത് തന്നെ ദീപസ്തംഭം, കരിങ്കല്ലുകൊണ്ട് നിർമ്മിക്കപ്പെട്ട ദീപസ്തംഭം, ചെറിയ പടിപ്പര പോലുള്ള സമ്പ്രദായത്തിലാണ്. ഇത് ഗോപുരമാണ്, ചെറിയ സമ്പ്രദായത്തിലുള്ള ഗോപുരം. ഇതിനൊരു പ്രധാന കാരണം ഇവിടുത്തെ ഉത്സവവുമായി ബന്ധപ്പെട്ടാണ് ഈ ഗോപുരം, അതുപോലെ തന്നെ പാട്ടൂട്ടുപുര ഒക്കെ സമ്പ്രദായം. അപ്പോൾ അത്തരം കാര്യങ്ങളൊക്കെ നമുക്ക് പ്രദക്ഷിണ വഴിയിലൂടെ തൊഴുത് പ്രാർത്ഥിച്ച് മനസ്സിലാക്കാം. തളിപ്പറമ്പ് ഇരിട്ടി റോഡിൽ മാമാനിക്കുന്ന് ക്ഷേത്രത്തിൽ നിന്നും 5 കിലോമീറ്റർ യാത്ര ചെയ്താൽ ഇവിടെ എത്താം. ഇവിടെ ചുഴലി ഭഗവതിയാണ് പ്രതിഷ്ഠ. ഇവിടുത്തെ മറ്റ് 2017 ഇവിടെ പ്രതിഷ്ഠ നടന്നതാണ്. ഇപ്പോഴുള്ള മംഗല്യപൂജ നടക്കുന്നുണ്ട്, സ്വയംവര പൂജ. അതിനു പുറമെ മീനൂട്ട് വഴിപാട്, ഈ 2 കാര്യങ്ങൾ നടക്കുന്നുണ്ട്. പിന്നെ ഈ ക്ഷേത്രം HRNCൻ്റെ ദേവസ്വം ബോർഡിൻ്റെ അണ്ടറിലാണ്. മലബാർ ദേവസ്വം ബോർഡിൻ്റെ അണ്ടറിൽ മാമാനിക്കുന്ന് ദേവസ്വം, അതിൻ്റെ ഉപക്ഷേത്രങ്ങളിൽ ഏറ്റവും കൂടുതൽ നന്നായി പ്രവർത്തിക്കുന്ന ക്ഷേത്രം. പിന്നെ ഇവിടെ ക്ഷേത്ര നവീകരണങ്ങൾ, ഇപ്പോൾ ഇവിടെ തിരുമുറ്റം, നമ്മുടെ മേടമാസത്തിൽ പാട്ടുത്സവം നടക്കുമ്പോൾ തിരുമുറ്റം അസൗകര്യമുണ്ട്. അപ്പോൾ അത് വീതി കൂട്ടുന്ന പ്രവർത്തികൾ ഇപ്പോൾ നടക്കുന്നുണ്ട്. മലബാർ ദേവസ്വത്തിൻ്റെ തന്നെ ക്ഷേത്രത്തിൻ്റെ ഊരായ്മ കല്യാട് താഴത്ത് വീടിനാണ്. കല്യാട് താഴത്ത് വീട് സമുച്ചയ ട്രസ്റ്റ് ഈ കാര്യങ്ങൾ എക്സിക്യൂട്ടീവ് ഓഫീസർ പി മുരളീധരൻ, ക്ഷേത്രം ട്രസ്റ്റി കെ ടി ഹരിശ്ചന്ദ്രൻ നമ്പ്യാർ എന്നിവരുടെ
നേതൃത്വത്തിൽ ക്ഷേത്രത്തിൽ നല്ല രീതിയിൽ പ്രവർത്തിച്ചു വരുന്നു. ഇവിടെ ഏപ്രിൽ 10 നാഗപ്രതിഷ്ഠാ ദിനമാണ് വർഷത്തിൽ. പിന്നെ ആയില്യത്തിന് നാഗപൂജ നടക്കുന്നുണ്ട് എല്ലാ മാസവും. അതിന് പുറമെ ഈ മീനൂട്ട് നടത്തിയാൽ നമ്മുടെ പഴയ ഭാഷയിൽ പറഞ്ഞാൽ നമ്മുടെ ദേഹത്തൊരു മീൻ പാച്ചൽ എന്നൊക്കെ പറയും. അതിന് പുറമെ അവർക്ക് ആരോഗ്യം എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ അത് മാറിക്കിട്ടും എന്നാണ് വിശ്വാസം. ദേവിയെ തൊഴുന്നതിന് മുൻപ് തന്നെ നമ്മൾ പ്രദക്ഷിണ വഴി പ്രേക്ഷകർക്കറിയാം, നമ്മൾ ക്ഷേത്രത്തിൻ്റെ പുറത്ത് പ്രദക്ഷിണം വെച്ചതിന് ശേഷമാണ് ക്ഷേത്രത്തിനകത്ത് കയറി പ്രധാന ദേവതാ ചൈതന്യങ്ങളൊക്കെ തൊഴാറ്. അതുകൊണ്ട് തന്നെ ഇവിടെ വളരെ പ്രാധാന്യത്തിലുള്ള ഒരു അനുഷ്ഠാനമാണ് നാഗാരാധന. ദേവിയെ തൊഴുന്നതിന് മുൻപ് ഉപദേവതാ സങ്കല്പത്തിലുള്ള നാഗാരാധനയെ ആ അനുഷ്ഠാനത്തിൽ തൊഴുത് പ്രാർത്ഥിച്ച് ദേവിയെ തൊഴുത് പൂർത്തീകരിക്കാം. ക്ഷേത്രത്തിലെ ഉപദേവതാ സങ്കല്പത്തിലാണ് നാഗാരാധന. ഈ നാഗത്തിൻ്റെ ഒരു പ്രത്യേകത, പടിഞ്ഞാറോട്ടേക്ക് ദർശനമായ നാഗം. ക്ഷേത്രത്തിൻ്റെ മിഥുന രാശിയിലാണ് ഈ നാഗങ്ങളെ പ്രതിഷ്ഠിച്ചിട്ടുള്ളത്. എല്ലാ മാസവും ആയില്യം നാളിൽ നാഗങ്ങൾക്ക് നൂറും പാലും കൊടുത്ത് നിവേദ്യം കൊടുത്ത് അഭിഷേകാദി കാര്യങ്ങൾ ചെയ്ത് അനുഷ്ഠിക്കുന്ന ഒരു ദേവതാ സങ്കേതം. ഇതിന് പല ദേശത്തു നിന്നും ആയില്യം നാളിൽ ഇവിടെ വന്ന് തൊഴുത് പ്രാർത്ഥിച്ച് നൂറും പാലും സമർപ്പിച്ച് നാഗപ്രീതി വരുത്തുന്നവരും ഏറെയാണെന്ന് നമുക്ക് ഈ ക്ഷേത്രത്തിലെ ഇവിടുത്തെ അനുഷ്ഠാനത്തിൽ നിന്ന് മനസ്സിലാക്കുവാൻ വേണ്ടി സാധിച്ചു. പ്രേക്ഷകർക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, പഴയ ഒരു കാടിൻ്റെ ഒരു അന്തരീക്ഷത്തിലാണ് ഈ നാഗാരാധനയും നാഗരാജ ചിത്രകൂടം നാഗകന്നി പ്രതിഷ്ഠയായിട്ടാണ് ഇവിടുത്തെ പ്രതിഷ്ഠാ സങ്കല്പമെന്ന് നമുക്കിവിടുന്ന് തൊഴുത് പ്രാർത്ഥിക്കുമ്പോൾ മനസ്സിലാക്കുവാൻ വേണ്ടി സാധിക്കും. അങ്ങനെ നമ്മൾ തൊഴുത് പ്രാർത്ഥിച്ച് പ്രദക്ഷിണ പദം പൂർത്തിയാക്കാം. ക്ഷേത്രത്തിലൂടെ നമ്മൾ നാഗ ചൈതന്യങ്ങളെ പ്രാർത്ഥിച്ച് പ്രദക്ഷിണ വഴിയിലൂടെ പോകുമ്പോൾ പ്രേക്ഷകർക്ക് കാണാം, ഇത് നെയ്യമൃത മഠമാണ്. ഈ നെയ്യമൃത മഠത്തിലേക്ക് ആളുകൾ വ്രതം നോറ്റ് നെയ്യമൃത മഠത്തിൽ കയറി തുടർന്ന് വൈത്തൂർ കാലിയാർ ക്ഷേത്രത്തിൽ ഉത്സവ കാലഘട്ടത്തിൽ മകരമാസത്തിൽ ഇവിടെ നിന്നും വ്രതനിഷ്ഠയോടുകൂടി തൊഴുതു പ്രാർത്ഥിച്ച് നെയ്യമൃതമായി പോകുന്ന സമ്പ്രദായം ഇന്നും വളരെ ഭക്തിനിർഭരമായി അതിന് നിശ്ചയിക്കപ്പെട്ട വിഭാഗക്കാർ ചുഴലി ഭഗവതിയെ തൊഴുത് ഇവിടെ വ്രതം നോറ്റ് വൈത്തൂർ കാലിയാർ ഈശ്വരന് സമർപ്പിച്ച് പൂർത്തിയാക്കുന്ന അനുഷ്ഠാനം ഇന്നും ഭംഗിയായി ഇവിടെ നടക്കുന്നു എന്നുള്ളത് നമുക്കിവിടുത്തെ ഭക്തജനങ്ങൾ നമുക്ക് പറഞ്ഞു തന്നു. ഇനി നമുക്ക് പ്രദക്ഷിണ പദം പൂർത്തിയാക്കാം.
തെയ്യമ്പാടി സമ്പ്രദായത്തിലുള്ള പാട്ടുത്സവം ഇവിടെ നടക്കുന്നുണ്ട്. മേടം 19 തിരുവത്താഴ അരിയളവ്, 20, 21, 22 പാട്ടുത്സവം. അതുപോലെ തന്നെ ഇവിടെ ഒരു വയത്തൂർ കാലിയാർ സങ്കല്പത്തിൽ നെയ്യമൃത് മഠം ഉണ്ട്. അവിടെ മകരം 4 വ്രതത്തോടുകൂടി കലശം കുളിച്ച് അവർ മഠത്തിൽ പ്രവേശിക്കും. വളരെ ചിട്ടയായ ആചാരാനുഷ്ഠാനങ്ങളോടുകൂടി നടത്തപ്പെടുന്നുണ്ട് ഈ മഠത്തിൽ. മഠം കാരണവരിപ്പോൾ VV രാധാകൃഷ്ണൻ നമ്പ്യാരാണ്. ഈ മഠത്തിൽ ഇവിടുന്ന് 11-ാം തീയതി പുലർച്ചെ 5 മണിക്ക് കാൽനടയായി വയത്തൂർ ക്ഷേത്രത്തിലേക്ക് യാത്രയാവും. അവിടെ നെയ്യഭിഷേകം നടത്തും. പെരുമണ്ണ് ചുഴലി ഭഗവതി ക്ഷേത്രത്തിലെ പ്രദക്ഷിണ പഥത്തിലൂടെ പോകുമ്പോൾ പ്രേക്ഷകർക്ക് കാണാം ശ്രീകോവിലിന് 2 താഴികക്കുടമാണ്. മറ്റൊന്ന് വൃശ്ചിക മാസത്തിലെ കാർത്തിക ഏറെ പ്രാധാന്യത്തോടുകൂടി അനുഷ്ഠിക്കപ്പെടുന്നൊരു ക്ഷേത്രം. പ്രേക്ഷകർക്ക് കാണാം ഇവിടെയൊക്കെ വിളക്കുകൾ ഇങ്ങനെ സ്ഥാപിച്ചിട്ടുണ്ട്. ഈ വൃശ്ചിക മാസത്തിലെ കാർത്തികക്കും ഒപ്പം ഭക്തന്മാർ വന്ന് തൊഴുത് പ്രാർത്ഥിച്ച് ദീപസമർപ്പണം പ്രാർത്ഥിക്കുകയും അങ്ങനെ ഈ കാണുന്ന ദീപങ്ങളൊക്കെ ഏകദേശം ഒരു 100-ലധികം 200-ഓളം വിളക്കുകൾ ഇതുപോലെ ഇവിടെ ഉറപ്പിച്ചു വെച്ചിട്ടുണ്ട്. അതൊക്കെ വന്ന് പ്രേക്ഷകർക്ക് തന്നെ എണ്ണയൊഴിച്ച് കത്തിച്ച് ഭഗവതി അമ്മക്ക് സമർപ്പിച്ച് പ്രാർത്ഥിച്ചു പോകുന്നവരും ഏറെയാണെന്ന് ഇവിടുത്തെ അനുഭവസ്ഥർ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. നവരാത്രി ആഘോഷത്തോടനുബന്ധിച്ച് പെരുമണ്ണ് ശ്രീ ചുഴലി ഭഗവതി ക്ഷേത്രത്തിൽ വിപുലമായ പരിപാടികൾ നടക്കാറുണ്ട്. ചുറ്റുവിളക്ക്, അതുപോലെ വാഹനപൂജ, വിദ്യാരംഭം തുടങ്ങി നിരവധി ചടങ്ങുകൾ, അലങ്കാരപൂജ തുടങ്ങിയ ചടങ്ങുകളൊക്കെ ഭംഗിയായി എല്ലാ വർഷവും നടത്തി വരുന്നു. മേടമാസത്തിൽ 3 ദിവസം ഇവിടുത്തെ ക്ഷേത്രത്തിലെ പാട്ടുത്സവം എല്ലാ ചുഴലി ഭഗവതി ക്ഷേത്രങ്ങളിലും നടക്കാത്ത ചില അപൂർവം ക്ഷേത്രങ്ങളിൽ മാത്രം നടക്കുന്ന ഉത്സവമാണ് പാട്ടുത്സവം. ആ പാട്ടുത്സവത്തോട് അനുബന്ധിച്ച് നൃത്തങ്ങളും അതുപോലെ നൃത്യനൃത്തങ്ങളും ഒക്കെ അവതരിപ്പിക്കപ്പെടാറുണ്ട്. ഇതിനൊക്കെ വലിയ ജനപങ്കാളിത്തമാണ് എല്ലാ വർഷവും ഉണ്ടാകാറുള്ളത്. ചുഴലി ഭഗവതി ക്ഷേത്രത്തിലെ നവരാത്രി കാലഘട്ടത്തിൽ ഏറെ പ്രാധാന്യത്തോടുകൂടി ആരാധന നടക്കുന്നൊരു ക്ഷേത്രം കൂടിയാണ്. നവരാത്രി കാലഘട്ടത്തിൽ വിദ്യാരംഭം, അതുപോലെ തന്നെ ഗ്രന്ഥപൂജ ഒക്കെ നടത്തിക്കൊണ്ട് ദേവി പ്രീതിക്ക് പാത്രീഭൂതരാകുന്നവരും ഈ പ്രദേശത്തുള്ള കുട്ടികളൊക്കെ ഇവിടെ വെച്ച് വിദ്യാരംഭം കുറിച്ചും ഗ്രന്ഥപൂജ നടത്തിയും ഒക്കെ അമ്മയുടെ അനുഗ്രഹം വാങ്ങി പോകുന്നവർ ഏറെയാണെന്ന് നമുക്കിവിടുത്തെ അനുഭവസ്ഥർ പറഞ്ഞു തന്നിട്ടുണ്ട്. മറ്റൊരു പ്രത്യേകത, ഈ ദേവീക്ഷേത്രത്തിൽ വന്ന് തൊഴുത് പ്രാർത്ഥിച്ച് സന്താനങ്ങളില്ലാത്തവർ ഇവിടെ വന്ന് പ്രാർത്ഥിച്ച് മനമുരുകി പ്രാർത്ഥിച്ച് സന്താനമുണ്ടായവർ ഒക്കെ അനവധിയാണെന്ന്. ആ സന്താനങ്ങൾ ഉണ്ടായതിന് ശേഷം ഇവിടെ വെച്ച് ചോറൂണ് കൊടുക്കുക. നമ്മൾ കണ്ണൂർ വിഷൻ ചാനൽ പ്രദക്ഷിണ വഴി ഇന്നിവിടെ വരുന്ന സമയത്തും നമുക്ക് നേരത്തെ കാണാൻ വേണ്ടി സാധിച്ചു ചോറൂണ് കൊടുക്കുന്നത്. അത് ഇവിടെ വന്ന് പ്രാർത്ഥിച്ച് കുട്ടികളായവരെ ഇവിടെ വെച്ച് തന്നെ ചോറൂണ് കൊടുക്കുക എന്നുള്ള ഒരു സമ്പ്രദായവും ഈ ക്ഷേത്രത്തിൻ്റെ സംസ്കാരത്തിൻ്റെ അനുഷ്ഠാനത്തിൻ്റെ ഭാഗമായിട്ടുണ്ട് എന്ന് നമുക്കിവിടെ ഉള്ളവർ തന്നെ പറഞ്ഞു തരുന്നു.
അങ്ങനെ പ്രദക്ഷിണ വഴിയിലൂടെ പുറത്തെ പ്രദക്ഷിണം പൂർത്തിയാക്കി ഇനി നമുക്ക് അകത്ത് കയറി ദേവിയെ തൊഴുത് ഇവിടുത്തെ അനുഷ്ഠാനങ്ങളും ആചരണങ്ങളും മനസ്സിലാക്കി പ്രാർത്ഥിച്ചു വരാം. അങ്ങനെ പെരുമണ്ണിലെ ചുഴലി ഭഗവതി ക്ഷേത്രത്തിൽ അകത്തേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ ക്ഷേത്രത്തിൻ്റെ തെക്ക് കിഴക്ക് ഭാഗത്തേക്ക് മാറി പടിഞ്ഞാറോട്ടേക്ക് ദർശനമായി കൊട്ടിയൂർ പെരുമാളുടെ സങ്കല്പവും അതുപോലെ പാർവതീ ദേവിയുടെ സങ്കല്പവും കാണാം. ആ കൊട്ടിയൂർ പെരുമാളെയും പാർവതീ ദേവിയെയും തൊഴുതതിന് ശേഷമാണത്രേ ചുഴലി ഭഗവതിയെ തൊഴേണ്ടത്. നേരത്തെ നമ്മൾ ഇതിൻ്റെ ഐതിഹ്യവുമായി ബന്ധപ്പെട്ട് പറയുമ്പോൾ ബാവലിപ്പുഴയിൽ നിന്ന് ഒഴുകി വരുന്നതാണ് ഈ ചുഴലി ഭഗവതി ക്ഷേത്രത്തിൻ്റെ തെക്ക് ഭാഗത്തുള്ള കടവ്. ആ കടവിലാണ് ഈ ക്ഷേത്രത്തിന് വളരെ പരിപാവനമായ മീനൂട്ട് നടത്തുന്നത്. അപ്പോൾ കൊട്ടിയൂർ പെരുമാളുമായി ഏറെ ബന്ധമുണ്ടെന്നും ഒപ്പം പെരുമാൾക്കും പാർവതിക്കും പ്രത്യേകം നിവേദ്യ സമർപ്പണവും പ്രതിഷ്ഠാസങ്കല്പവും ഇവിടെയുണ്ട്. അതിനൊരു പ്രത്യേകത പ്രേക്ഷകർക്ക് കാണാം. സദാകാലം മഴയും വെയിലും ഒക്കെ നനഞ്ഞുകൊണ്ട് മുല്ലപ്പന്തൽ സമ്പ്രദായം എന്നാണ് ഇതിനെ പറയുക. ആ സമ്പ്രദായത്തിലാണ് ഇവിടെ പ്രതിഷ്ഠിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ പ്രേക്ഷകർക്ക് എപ്പോൾ വന്നാലും, ഭക്തന്മാർക്ക് എപ്പോൾ വന്നാലും ഈ പെരുമാളെയും പാർവതീ ദേവിയെയും സങ്കല്പം ചെയ്ത് തൊഴുതു പ്രാർത്ഥിക്കാം. ശിവപാർവതി സങ്കല്പം ഇവിടെ ഉള്ളതുകൂടി കൊണ്ടാണത്രേ ഈ 3 മാസം കഴിഞ്ഞിട്ടോ അല്ലെങ്കിൽ 6 മാസം കൊണ്ടോ ഇവിടെ വന്ന് സ്വയംവര പൂജ കഴിച്ചാൽ വിവാഹം നടക്കുന്നു എന്ന് പറയാനുള്ള ഏറ്റവും പ്രധാന കാരണം ശിവശക്തിയാണ്. ശിവപാർവതിമാരുടെ അനുഗ്രഹമാണ് ഒരു ദാമ്പത്യ ജീവിതം മുൻപോട്ടേക്ക് പോകാൻ അത്യാവശ്യം. അതുകൊണ്ട് തന്നെ ഇവിടെ വന്നാൽ ഈ പെരുമാളെയും പാർവതിയെയും തൊഴുത് സ്വയംവര പുഷ്പാഞ്ജലി കഴിപ്പിക്കുന്നവർക്ക് പെട്ടെന്ന് കാര്യസാധ്യം വരുന്നു. നമുക്കും പ്രദക്ഷിണ വഴിയിലൂടെ ശിവപാർവതിമാരെ തൊഴുത് പ്രാർത്ഥിക്കാം. ചുഴലി ഭഗവതി ക്ഷേത്രത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ഉത്സവം എന്ന് പറയുന്നത് പാട്ടുത്സവമാണ്. ഈ കാണുന്നതിൻ്റെ പേര് പാട്ടൂട്ടുപുര എന്നാണ്. ഇതിൽ ഭക്തന്മാരാരും തന്നെ പ്രവേശിക്കാൻ പാടില്ല എന്നാണ്. കാരണം ഇവിടെ വെച്ചാണ് ഭഗവതിയുടെ വളരെ പ്രധാനപ്പെട്ട തോറ്റം ചരിത്രം ചൊല്ലി 1000 എഴുന്നള്ളിച്ച് വെക്കുന്ന ഒരു വളരെ പ്രധാനപ്പെട്ട സ്ഥലമാണ്. അതുകൊണ്ടൊക്കെയാണ് ഇവിടെ കയറുകൊണ്ട് കെട്ടിയത്. ഭക്തന്മാർ അറിയാതെ പോലും ഇതിനകത്തേക്ക് പ്രവേശിക്കാൻ പാടില്ല. കാരണം ഈ പാട്ടൂട്ട് പുരയിൽ വെച്ച് ദേവിയുടെ കീർത്തനങ്ങളും ദേവിയുടെ ചരിത്രങ്ങളും മാത്രം വാഴ്ത്തപ്പെടേണ്ട ഒരു സ്ഥലമാണ്. നമ്മുടെ കണ്ണൂരുകാരെ സംബന്ധിച്ച് പ്രത്യേകിച്ച് പറയേണ്ടതില്ല. കാരണം കാവുകളിലൊക്കെ തെയ്യമുണ്ടാകും. തെയ്യത്തിന് മുന്നോടിയായിട്ട് തോറ്റമുണ്ടാകും. ഒരു തെയ്യം കണ്ടതിൻ്റെ പൂർണ്ണതയും പുണ്യവും നമുക്ക് കിട്ടണമെങ്കിൽ ആ തോറ്റം കേൾക്കണം എന്നാണ് പറയുക. അതുപോലെയാണ് ചുഴലി ഭഗവതി സ്വരൂപത്തിൽ ഉത്സവം കണ്ടതിൻ്റെ പൂർണ്ണത വരുന്നത് ആ പാട്ട് ഉത്സവം പൂർത്തീകരിക്കുന്ന സമയത്താണ്. അതിന് പ്രത്യേകം നിയോഗിക്കപ്പെട്ട നിശ്ചയിക്കപ്പെട്ട ആളുകൾ, തെയ്യംപാടി സമ്പ്രദായത്തിലുള്ള ആളുകൾ വന്നാണ് ഈ പാട്ട് ചരിത്രം ദേവിയെ കേൾപ്പിക്കുന്നത്. ഇത് നമുക്ക് ഭഗവതിയെ തൊഴുത് പ്രാർത്ഥിക്കാം.
നമസ്കാരം. ഞാൻ പെരുവണ്ണ ചുഴലി ഭഗവതി ക്ഷേത്രം മേൽശാന്തി അരുൺ നമ്പൂതിരി. സർവമംഗളമംഗല്യേ ശിവേ സർവാർത്ഥ സാധികേ ശരണ്യേ ത്രയംബകേ ഗൗരി നാരായണി നമോസ്തുതേ. നമ്മൾ ഈ പെരുവണ്ണ ചുഴലി ഭഗവതി ക്ഷേത്രത്തിലെ നട തുറക്കുന്നത് രാവിലെ 6 മണി മുതൽ 10 മണി വരെയും വൈകുന്നേരം 5:30 മുതൽ 7 മണി വരെയാണ്. ഇവിടുത്തെ പ്രധാന വഴിപാട് സ്വയംവര പൂജയും മീനൂട്ടുമാണ്. അത് വിവിധ ദേശങ്ങളിൽ നിന്ന് വരെ ഭക്തജനങ്ങൾ വന്നിട്ട് ഇവിടെ സ്വയംവര പൂജ കഴിച്ചിട്ട് അതിനുള്ള ഫലം കിട്ടിയിട്ടുണ്ട്. ഒരുപാട് ജനങ്ങൾ വന്നിട്ടുണ്ട്. അതിനുള്ള എല്ലാ വിധത്തിലുള്ള ഫലവും അമ്മേൻ്റെ അനുഗ്രഹത്താൽ എല്ലാവർക്കും കിട്ടിയിട്ടുമുണ്ട്. മീനൂട്ട് നടത്തി പ്രാർത്ഥിക്കുന്നത് രോഗശാന്തിക്ക് വേണ്ടിയിട്ടാണ്. മറ്റുള്ള മതത്തിൽപ്പെട്ട ആൾക്കാർ പോലും ഇവിടെ വന്നിട്ട് മീനൂട്ട് നടത്തി അവർക്ക് ഫലം കിട്ടിയിട്ടുണ്ട്. പിന്നെ ഇവിടുത്തെ ഉത്സവം വരുന്നത് മെയ് മാസം 3, 4, 5, 6 ദിനങ്ങളിൽ പാട്ടുത്സവമായിട്ട്. ഇവിടുത്തെ പ്രതിഷ്ഠാദിനം വരുന്നത് മിഥുന മാസത്തിലെ അനിഴ നക്ഷത്രത്തിനാണ്. പിന്നെയുള്ളത് നാഗപ്രതിഷ്ഠയാണ്. നാഗപ്രതിഷ്ഠാദിനം വരുന്നത് ഏപ്രിൽ 10-നാണ്. ഇവിടെ വേറെയുള്ള പ്രധാന വഴിപാട് സന്താന സൗഭാഗ്യത്തിനുള്ള സന്താന പൂജയാണ്. അത് ചെയ്തവർക്ക് എല്ലാവിധത്തിലുള്ള അനുഗ്രഹം കൊണ്ട് സന്താനങ്ങളുണ്ടായിട്ടുള്ള ഒരുപാട് അനുഭവങ്ങളുണ്ട്. ഇവിടുത്തെ പ്രധാന ഉപദേവന്മാർ ഗണപതി, ശിവൻ, പിന്നെ പെരുമാൾ സങ്കല്പത്തിൽ ശിവനും പാർവതിയായിട്ടുള്ള പ്രതിഷ്ഠകളാണുള്ളത്. പിന്നെ ഗണപതിക്ക് തേങ്ങ മുട്ടുന്ന വഴിപാട് പ്രധാനമാണ് ഇവിടെ. ഇവിടെ എല്ലാ മാസവും ആയില്യത്തിന് നാഗപൂജയും 100 പാലും പ്രധാന നിവേദ്യമായിട്ട് നടത്തപ്പെടാറുണ്ട്. ഇവിടെ എൻ്റെ അനുഭവത്തിലുള്ള ഒരു ചെറിയ 1-2 കാര്യം ഞാൻ പറയാം. അത് അന്യദേശത്തുനിന്ന്, അതായത് പിന്നെ കർണാടകയിൽ നിന്ന് ഒരു ഫാമിലി വന്നു. ആ ഫാമിലി വന്ന് അവർ സ്വയംവര പൂജ ചെയ്യാൻ വേണ്ടി വന്നതാണ്. സ്വയംവര പൂജ ചെയ്തു. ഒരു 3-4 മാസം കൊണ്ട് അവർ സ്വയംവരം റെഡിയായി. അപ്പോൾ അതിനുശേഷം അവർ നാട്ടിൽ വന്നു. മറ്റുള്ള കാര്യങ്ങൾക്ക് ക്ഷണനം കല്യാണം ക്ഷണിക്കാൻ വേണ്ടി നാട്ടിൽ വന്ന സമയത്താണ് പിന്നെ അവർ ഇവിടെ വന്ന് പ്രാർത്ഥിക്കുകയെല്ലാം ചെയ്തു. മാസാമാസം വരാറുണ്ട് അവർ സ്വയംവര അർച്ചന നടത്താൻ. അങ്ങനെ വന്നപ്പോൾ പറഞ്ഞു, പിന്നെ തിരുവേനി ഇങ്ങനെ ശരിയായിട്ടുണ്ട്, കല്യാണം ശരിയായി, ഇന്ന സ്ഥലത്താണ് എല്ലാം പറഞ്ഞു. അപ്പോൾ ആ കൂട്ടത്തിൽ അവർ പറഞ്ഞു, അനിയൻ്റെ ഭാര്യയ്ക്ക് വിശേഷമായില്ല തിരുവേനി, അതിനെന്നാ വഴിപാട് ചെയ്യാം. അപ്പോൾ ഞാൻ 1-2 കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി പറഞ്ഞു. സന്താന പൂജ ചെയ്യുക. അങ്ങനെ ചെയ്ത് അവർ ഇന്ന് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചു. ഇന്ന് തന്നെ ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ ചെയ്തു. അതിനുശേഷം അവർ 1 മാസം കഴിഞ്ഞപ്പോൾ കല്യാണമൊക്കെ കഴിഞ്ഞ് അവർ പിന്നെ വരുന്ന ഒരു 2 മാസം കഴിഞ്ഞിട്ടാണ് പട്ടുതാലിയെല്ലാം സമർപ്പിക്കാൻ വേണ്ടി വന്നു. അന്നേരം അവർ വളരെ സന്തോഷത്തോടെ വന്നു. പട്ടുതാലി സമർപ്പിച്ചു. അതിനുശേഷം ആ വിശേഷം ആയി, അവരെ അനിയൻ്റെ കുട്ടിക്ക് ഭാര്യയ്ക്ക് വിശേഷമായി. അങ്ങനെ വളരെ സന്തോഷത്തോടു കൂടി വന്നിട്ട് പറഞ്ഞു. അതൊരു വലിയൊരു അനുഭവമാണ്. പിന്നെ അതിന് പുറമെ അവർ ക്ഷേത്രത്തിലേക്ക് വേണ്ട കാര്യമായിട്ടുള്ളൊരു സംഭാവനയും ചെയ്തിട്ടാണ് അവർ പോയത്. ഇനിയും വന്ന് തൊഴാന്നുള്ള ഒരു പ്രാർത്ഥനയും നടത്തിയിട്ടാണ് പോയിട്ടുള്ളത്. അങ്ങനെ കിഴക്കോട്ട് ദർശനമായ ദേവീക്ഷേത്രത്തിലെ പ്രദക്ഷിണ വഴിയിലൂടെ നമ്മൾ തൊഴുത് പ്രാർത്ഥിച്ചു. ദേവിക്ക് 4 പ്രദക്ഷിണം പതിവുണ്ടത്രേ. പിന്നെ ചുഴലി ഭഗവതിക്കും 4 പ്രദക്ഷിണം വെച്ച് തൊഴുത് പ്രേക്ഷകർക്ക് പ്രാർത്ഥിക്കാം. പ്രദക്ഷിണം വെക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ടുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ വചസ്തോത്രം എന്നാണ്. നമ്മൾ പറയുന്നത് മുഴുവൻ സ്തോത്രങ്ങളാവണം. ഹൃദയധ്യാനം, ഹൃദയത്തിൽ മുഴുവൻ ധ്യാനത്തെ നിറച്ചുകൊണ്ട് വേണം പ്രദക്ഷിണ പദം പൂർത്തിയാക്കാൻ. പ്രേക്ഷകർക്ക് കാണാൻ പറ്റും, ഇവിടെയൊക്കെ ധാരാളം തൊട്ടിലുകൾ കെട്ടിത്തൂക്കിയിട്ടുണ്ട്. ഇതിൻ്റെ ഒരു പ്രധാന കാരണം, ഈ
ചുഴലി ഭഗവതി അമ്മേൻ്റെ അടുത്ത് വന്നു. സന്താനങ്ങൾ ഇല്ലാത്തവർ, വിവാഹം കഴിഞ്ഞ് അനവധി കാലഘട്ടമായും സന്താന ദുഃഖം, അനപത്യ ദുഃഖം അനുഭവിക്കുന്നവർ ഭഗവതി അമ്മയെ തൊഴുത് പ്രാർത്ഥിക്കുകയാണ്. എനിക്ക് ഒരു കുട്ടിയുണ്ടായാൽ ഞാനിവിടെ തൊട്ടിലും കുട്ടിയെയും സമർപ്പിക്കാമെന്നാണ്. ആ കുട്ടിയെ ഇവിടെ സമർപ്പിക്കുന്നു, ഒപ്പം തൊട്ടിലും സമർപ്പിക്കുന്നു. അങ്ങനെ അനവധി ആളുകൾ ഈ ഭക്തി അനുഭവത്തോടുകൂടി പ്രാർത്ഥിച്ച് സമർപ്പിച്ചിരിക്കുന്ന തൊട്ടിലുകളാണ് ഈ ക്ഷേത്രത്തിൻ്റെ പാട്ടൂട്ടുപുരയിലൊക്കെ കെട്ടിത്തൂക്കിയിട്ടുള്ളത് നമുക്ക് കാണുവാൻ വേണ്ടി സാധിക്കുന്നത്. ദേവി നാരായണ, ലക്ഷ്മി നാരായണ, ഭദ്രേ നാരായണ. ഞാൻ ഈ അമ്പലത്തിൽ വന്നിട്ട് പണിയെടുക്കാൻ തുടങ്ങിയിട്ട് 10-15 കൊല്ലത്തിലധികമായി. അമ്മ എനക്കൊരു സുഖേടോ ഒന്നും ഉണ്ടാക്കിയിട്ട് ഇത്രവരെ തന്നിട്ടില്ല. എനിക്ക് എല്ലാ കാര്യവും കൊണ്ടും എനിക്ക് നല്ലതേ അമ്മ വരുത്തിയിട്ടുള്ളൂ. ഇപ്പം വയസ്സായതുകൊണ്ട് ഒന്നും കയ്യിലാണ്ടായി തുടങ്ങി. എന്നാലും ഞാൻ വരും. ഇവിടെ വന്നിട്ട് എന്നെക്കൊണ്ട് കഴിയുന്ന എല്ലാം അമ്മക്ക് ചെയ്ത് കൊടുക്കലുണ്ട്. പൂവാക്കി കൊടുക്കും, മീനൂട്ടിന് വന്നവർക്ക് മീനൂട്ട് കൊടുക്കും. ഓരോ കാര്യങ്ങൾ ഓരോരുത്തർ ചോദിച്ചാൽ എനിക്കറിയുന്നത് ഞാൻ പറഞ്ഞു കൊടുക്കും. സ്വയംവര പൂജ കഴിച്ചിട്ടാകുമ്പോൾ ഓരോരുത്തർ വന്നിട്ട് ചേച്ചി അമ്മയെ ഇങ്ങനെയാണ് ഉള്ളത് വന്നിട്ടില്ല. ഒരാൾ വന്നിട്ട് എന്നോട് പറഞ്ഞു, എന്താണെന്ന് വെച്ചാൽ ഇത് പൂജ കഴിച്ചിട്ട് നമുക്ക് 2-3 കൊല്ലമായി, കുട്ടികളൊന്നും ആയിട്ടില്ല. പിന്നെ ഒരു 2 മാസം കഴിഞ്ഞിട്ട് എന്നോട് വന്നിട്ട് പറഞ്ഞു, നമുക്ക് വിശേഷമാണ്, പിന്നെ നല്ല മാറ്റമുണ്ട്, 4 മാസമായി. പിന്നെ അത് കഴിഞ്ഞിട്ട് കുഞ്ഞിനെയും കൊണ്ടുവന്നു. ഇവിടെ എല്ലാം സമർപ്പിച്ചു. നമുക്ക് അവർക്ക് നല്ലത് വരട്ടെ എന്ന് ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കും. സർവമംഗളമംഗല്യേ ശിവേ സർവാർത്ഥ സാധികേ ശരണ്യേ ത്രയംബകേ ഗൗരി നാരായണീ നമസ്തുതേ. ഞാൻ ഇവിടെ ഈ ചുഴലി ഭഗവതി ക്ഷേത്രത്തിലെ അടിച്ചുതളി തസ്തികയിൽ ജോലി ചെയ്യുന്ന ഒരാളാണ്. 2-2.5 വർഷത്തോളമായി ഇവിടെ ജോലി ചെയ്യുന്നത്. അപ്പോൾ ഈ അമ്മ, ചുഴലി ഭഗവതി അമ്മ എന്ന് വെച്ചാൽ ഒരു എന്നാ പറയണ്ടേ, ആ അമ്മയുടെ അനുഗ്രഹം കിട്ടാത്തവർ ആരും ഇല്ലയെന്ന് തന്നെ പറയാം. അത്രക്കും ഒരു അനുഗ്രഹം ചൊരിയുന്ന ഒരു അമ്മയാണ് ഇവിടെ സ്ഥിതി ചെയ്യുന്നത്. പിന്നെ അമ്മയുടെ സന്നിധിയിൽ വരുന്ന കല്യാണ തടസ്സമുള്ളവർക്കെല്ലാം സ്വയംവര പൂജ ചെയ്തിട്ട് അവർക്ക് സ്വയംവര പൂജ ചെയ്യുകയും അതിനനുബന്ധിച്ച് എല്ലാ മാസവും അർച്ചന ചെയ്യുകയും ചെയ്ത് അതിന് പെട്ടെന്ന് തന്നെ മംഗല്യ സൗഭാഗ്യം ഉണ്ടാവുകയും അവർ വന്ന് അതിന് പട്ടും താലിയും സമർപ്പണമാണ് ഇതിന് പ്രധാനമായിട്ട് കൊടുക്കുന്നത്. അതുപോലെ അവർ വന്ന് പട്ടും താലിയും സമർപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ സന്താന സൗഭാഗ്യം ഇല്ലാത്തവർക്ക് ഇവിടെ വന്ന് അമ്മയെ പ്രാർത്ഥിച്ച് തൊട്ടിലും കുഞ്ഞി സമർപ്പിക്കാമെന്ന് പറയുകയും അതുപോലെ അവർ തൊട്ടിലും കുഞ്ഞി സമർപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. പിന്നെ എല്ലാ മാസവും ആയില്യത്തിന് ഇവിടെ നാഗപൂജയും അതുപോലെ തന്നെ 100 പാലും സമർപ്പിക്കുന്നുണ്ട്. അതിന് നല്ല വിശേഷ ആൾക്കാർ ഇഷ്ടംമാതിരി വരികയും തൊഴുത് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നുണ്ട്. പിന്നെ വേറെ കാര്യമായിട്ട് മേടമാസത്തിലെ പാട്ടുത്സവമാണ് കാര്യമായിട്ടുള്ളത്. അത് 3-4 പിന്നെ മെയ് മാസത്തിൽ 3, 4, 5, 6 തീയതികളിലാണ് ഇവിടെ നടത്തി പോരുന്നത്. അപ്പോൾ പിന്നെ അതിന് തെയ്യമ്പാടിപ്പാട്ട്, അതുപോലെ തന്നെ പിന്നെ തടമ്പ് നൃത്തം, ഉത്സവത്തിൻ്റെ സമാപ്തിയുള്ള ദിവസം തടമ്പ് നൃത്തവും അതിനോടനുബന്ധിച്ച് ഉണ്ടാകുന്നുണ്ട്. വൃശ്ചിക മാസത്തിലെ തൃക്കാർത്തികയായെന്ന് ഇടാം ചുറ്റുവിളക്ക്, അതുപോലെ തന്നെ പിന്നെ ചിരാത് കൊണ്ടുള്ള വിളക്ക് സമർപ്പണം ഉണ്ടാവാറുണ്ട്. ഇത്രയും കാര്യങ്ങളാണ്. പിന്നെ മീനൂട്ട് പ്രധാനമായിട്ടും നമ്മൾ അമ്മേനെ പിന്നെ പ്രാർത്ഥിച്ച് എല്ലാവരും മീനൂട്ട് സമർപ്പണം ചെയ്യുന്നുണ്ട്. അത് എത്ര പ്രളയമായാലും എങ്ങനെ വെള്ളപ്പൊക്കം ആയാലും ആ അമ്മയുടെ ഇതുകൊണ്ട് അനുഗ്രഹം കൊണ്ട് ആ മീൻ ഏടി പോകുന്നതല്ല. ഈ പുഴയിൽ ആ സാന്നിധ്യം എപ്പോഴും അവിടെ നിറഞ്ഞു കവിഞ്ഞിരിക്കുന്ന ഒരു അപൂർവമായ കാഴ്ചയാണ് ഈ ഉണ്ടാവൽ. ഞാൻ ഈ അമ്പലത്തിലെ മാതൃസമിതിയിലെ ഒരു അംഗമാണ്. അപ്പോൾ എല്ലാ വെള്ളിയാഴ്ചയും സമൂഹ പ്രാർത്ഥന എൻ്റെ നേതൃത്വത്തിൽ നടത്താറുണ്ട്. അതുപോലെ തന്നെ എല്ലാ വ്യാഴാഴ്ചയും വിഷ്ണു സഹസ്രനാമം ചൊല്ലുന്നുണ്ട്.
പിന്നെ ചൊവ്വാഴ്ച വൈകുന്നേരം, എല്ലാ ചൊവ്വാഴ്ചയും വൈകുന്നേരം ലളിതാ സഹസ്രനാമ പാരായണം ഈ അമ്പലത്തിൽ ഉണ്ടാവാറുണ്ട്. പിന്നെ കർക്കിടക മാസത്തിൽ പിന്നെ രാമായണ പാരായണം നടത്തുന്നുണ്ട്. അങ്ങനെ എല്ലാ കാര്യങ്ങളിലും നമ്മൾ മാതൃസമിതി മുന്നിട്ടിറങ്ങി നടത്തിക്കൊണ്ട് വരുന്നതാണ്. അങ്ങനെ ക്ഷേത്രത്തിൻ്റെ പ്രദക്ഷിണപഥത്തിലെത്തുമ്പം കന്നിമൂലയിൽ കിഴക്കോട്ടേക്ക് ദർശനമായി ശിവനെയും ഗണപതിയെയും പ്രത്യേകം സങ്കല്പം ചെയ്ത് പ്രതിഷ്ഠിച്ച സ്ഥലം കാണാം. ഈ ഗണപതിക്കൊരു ഇവിടുത്തെ ഒരു പ്രത്യേകത, ഇവിടെ വന്ന് ഗണപതിക്ക് നാളികേരം ഉടച്ച് വിഘ്ന പരിഹാരാർത്ഥം പ്രാർത്ഥിക്കുകയും അങ്ങനെ വിഘ്നങ്ങളുണ്ടെങ്കിൽ ആ വിഘ്നങ്ങൾ തീരാൻ വേണ്ടി ഇവിടെ വന്ന് നാളികേരം മുടക്കാമെന്ന് പറഞ്ഞ് നാളികേരം മുടക്കുന്നവരും ഏറെയാണ്. കാരണം ഈ ജീവിതത്തിൽ നമുക്കെല്ലാ വിഘ്നങ്ങളും തീരാൻ വിഘ്നേശ്വരനെ പ്രീതിപ്പെടുത്തുക എന്നാണ്. അങ്ങനെ വിഘ്നേശ്വരനെ പ്രീതിപ്പെടുത്തി അതുപോലെ തന്നെ ശിവനെ പ്രീതിപ്പെടുത്തി ശിവനെ പഞ്ചാക്ഷരി ജപിച്ചും പ്രദക്ഷിണം വെക്കുന്നവർ ഏറെയാണെന്ന് നമുക്കറിയാം. ഇവിടെ അത് പ്രാധാന്യത്തിൽ അനുഷ്ഠിക്കുന്ന ഒരു ക്ഷേത്രം കൂടിയാണ്. അങ്ങനെ ചുഴലി ഭഗവതി ക്ഷേത്രത്തിൽ മകരമാസത്തിൽ നെയ്യമൃത് മഠസമ്പ്രദായത്തിലേക്ക് പോകുന്ന അനുഷ്ഠാനം, മേടമാസത്തിൽ പാട്ട് ഉത്സവം, അതുപോലെ തന്നെ തിടമ്പ് നൃത്തവും നടക്കുന്ന വളരെ പ്രാധാന്യത്തോടു കൂടിയ ഒരു ദേവീക്ഷേത്രം കൂടിയാണ് പെരുമണ്ണ് ശ്രീ ചുഴലി ഭഗവതി ക്ഷേത്രം. ആപത്തിക്കും കരണീയം ചരണയുഗളം പദമമ്പായ എന്നാണ്. ആപത്തിൻ്റെ കാലഘട്ടത്തിൽ ഭഗവതി അഥവാ അമ്മ തന്നെയാണ് ശരണം. ഇവിടെ വന്ന് ശരണം പ്രാപിക്കുന്നവർക്ക് ചുഴലി ഭഗവതി അമ്മ വിളിച്ചാൽ വിളിപ്പുറത്താണത്രേ. അങ്ങനെ ചുഴലി ഭഗവതി അമ്മയെ തൊഴുതു പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ വളരെ പ്രസിദ്ധമായ പ്രധാനപ്പെട്ട വടക്കേ മലബാറിലെ അപൂർവം ക്ഷേത്രങ്ങളിൽ ഒന്നാണ് ഈ ചുഴലി ഭഗവതി ക്ഷേത്രം. ഇവിടുത്തെ ഏറ്റവും പ്രാധാന്യമായ ഒരു അനുഷ്ഠാനം മീനൂട്ടാണ്. ആ മീനൂട്ടിന് നേരത്തെ പറഞ്ഞതുപോലെ ബാവലി പുഴയിൽ നിന്നൊഴുകുന്ന വെള്ളം വളപട്ടണം പുഴയിലേക്ക് എത്തിച്ചേരുകയാണ്. അവിടെയാണ് ഈ മീനൂട്ട്, ആ സംഗമ സ്ഥലത്ത് വെച്ചാണ് ഇവിടെ മീനൂട്ട് നടക്കുന്നത്. ഈ മീനൂട്ടിനും ചില പ്രത്യേകതകളുണ്ട്. ഇവിടെ വന്ന് ഭഗവതി അമ്മയെ തൊഴുത് ഇവിടെ പുഷ്പാഞ്ജലിയും വഴിപാടും കഴിച്ചതിന് ശേഷമാണത്രേ അവിടെ പോയി മീനൂട്ട് നടത്തേണ്ടത്. ആ മീനൂട്ട് എല്ലായ്പ്പോഴും നടത്തില്ല. കാരണം മീനുകൾ പ്രജനനം നടക്കുന്നൊരു സമയമാണ് മഴക്കാലം. പ്രത്യേകിച്ച് വെള്ളം ധാരാളം ഒഴുകുന്ന സമയത്ത് ഈ മത്സ്യങ്ങളെ നമുക്ക് കാണാൻ സാധിക്കില്ല. മത്സ്യങ്ങൾ അവിടെ തന്നെയുണ്ട്, പക്ഷെ നമുക്കതിനെ കാണാൻ സാധിക്കില്ല. അപ്പോൾ നമുക്കിനി ഈ പ്രദക്ഷിണ വഴിയിലൂടെ നമുക്ക് മീനൂട്ട് കണ്ട് പ്രാർത്ഥിച്ച് തൊഴുതു വരാം.
ചുഴലി ഭഗവതി ക്ഷേത്രത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു അനുഷ്ഠാനമാണ് മീനൂട്ട്. ചുഴലി ഭഗവതിക്ക് നിവേദ്യമായി കൊടുക്കുന്ന നിവേദ്യം ക്ഷേത്രത്തിലെ അവകാശികൾ, അതിൻ്റെ കർമാനുഷ്ഠാനങ്ങൾ നടത്തുന്നവർ തന്നെ എല്ലാ ദിവസവും വന്ന് ഉഷപൂജയും ഉച്ചപൂജയും കഴിഞ്ഞതിന് ശേഷം മീനൂട്ട് നടത്തുകയാണ്. ആ മീനൂട്ട് നടത്തുന്നതിനും ഒരുപാട് പ്രത്യേകതകളുണ്ട്. പ്രകൃതിയിലേക്ക് പഞ്ചഭൂതങ്ങളെയും ആരാധിക്കണമെന്ന തത്വം നമ്മുടെ സനാതന ധർമ്മത്തിലുണ്ട്. പെരുമണ്ണ് ചുഴലി ഭഗവതി ക്ഷേത്രത്തിൽ വന്നാൽ കണ്ണൂർ വിഷൻ ചാനൽ പ്രദക്ഷിണ വഴിയിലൂടെ വരുമ്പോൾ നമുക്ക് കാണാൻ സാധിച്ചതും ഈ ക്ഷേത്രത്തിലെ ഭാരവാഹികളും അതുപോലെ തന്നെ ഇവിടുത്തെ ആ അമ്മയൊക്കെ നമ്മൾ കണ്ടു. അമ്മ വളരെ ഭക്തി നിർഭരമായി നിവേദ്യ ചോറും കൊണ്ടുവന്ന് അത് ക്ഷേത്രത്തെ എല്ലാ ദിവസവും ഇത് നടക്കുന്നു എന്നാണ്. ഏത് അനുഷ്ഠാനവും പൂർത്തിയാവുന്നത് പ്രകൃതി ആരാധനയിലൂടെയാണ്. അപ്പോൾ പഞ്ചഭൂതങ്ങളിൽ പൃഥ്വി, അപ്പ്, തേജോ, വായു, ആകാശം, ആ പഞ്ചഭൂതാത്മകത്തിൽ ഒന്നാണ് ജലം. ആ ജലത്തിലൂടെ ഉള്ള ഏറ്റവും പ്രധാനപ്പെട്ട മത്സ്യങ്ങൾക്ക് ആ നിവേദ്യം കൊടുത്തുകൊണ്ട് അനുഷ്ഠാനം നടക്കും. മറ്റൊരു പ്രത്യേകത, പെരുമണ്ണ് ചുഴലി ഭഗവതി ക്ഷേത്രത്തിൽ വരുന്ന ഭക്തന്മാരൊക്കെ ഇവിടെ വന്നു കഴിഞ്ഞാൽ മീനൂട്ട് നടത്തിയിട്ടാണ് പോകുന്നത്. ആ മീനൂട്ട് നടത്തുമ്പോൾ കാര്യസാധ്യം ഏറെയാണ്. സന്താനമില്ലാത്തവരെ സംബന്ധിച്ച് സന്താനം, രോഗശമനത്തിന് വേണ്ടി വന്ന് പ്രാർത്ഥിച്ച് രോഗശമനം നടക്കുക, ഇങ്ങനെ കാര്യം സാധിച്ചതിന് ശേഷം വരുന്ന ഭക്തരും ഏറെയാണെന്ന് ഇവിടുത്തെ അനുഭവസ്ഥർ നമുക്ക് പറഞ്ഞു തന്നു. ഇതിനൊക്കെ അപ്പുറത്ത് ഒരു മനുഷ്യനെ സംബന്ധിച്ച് എത്ര പ്രായമുള്ള ആളായാലും എത്ര ചെറിയ ആളായാലും ഒരാനയെ കാണുമ്പം ഒരു കൗതുകമാണ്. ഈ ബാവലിപ്പുഴ, ദക്ഷിണകാശി എന്നറിയപ്പെടുന്ന കൊട്ടിയൂർ, ആ കൊട്ടിയൂരിലെ ബാവലിപ്പുഴയിൽ നിന്ന് ഒഴുകി വരുന്ന ഈ ജലം ഇത് വളപട്ടണത്തിലേക്ക് സമ്മേളിക്കുകയാണ്. ചുഴലി ഭഗവതി അമ്മയുടെ തട്ടകത്തിലൂടെയാണ് ഈ വെള്ളം പോകുന്നത്. അതിൽ ഉള്ള മത്സ്യങ്ങൾക്ക് ഈ ക്ഷേത്രത്തിലെ നിവേദ്യം കൊടുക്കുക എന്ന് പറയുന്നത് അത് ഏറെ പ്രകൃതി ആരാധനയും അതുപോലെ തന്നെ ആത്മസമർപ്പണവുമാണ് ഈ ഒരു ആരാധനയിലൂടെ എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ വേണ്ടി സാധിക്കും. ഇവിടെ നടക്കുന്ന ഈ മീനൂട്ട് വഴിപാട് അതിൽ വളരെ ദൂരദേശങ്ങളിൽ നിന്ന് തന്നെ ആളുകൾ ഇവിടെ എത്തുന്നുണ്ട്. ഒരു കാര്യം വരുന്നവരോട് പറയാനുള്ളത്, മഴക്കാലമായാൽ വെള്ളത്തിൻ്റെ കളറ് മാറിയാൽ ഇവിടെ നമുക്ക് മീനുകളെ കാണാൻ പറ്റില്ല. ഇപ്പോൾ ക്ഷേത്ര ഓഫീസിൽ വിളിച്ച് നിങ്ങൾ ഒരു എൻക്വയറി നടത്തി വരണമില്ലെങ്കിൽ കാണാതെ മീനൂട്ട് നടത്താൻ പറ്റാത്ത മീനുകളെ കാണാതെ. അപ്പോൾ ഇവിടെ മഴ പെയ്യണമെന്നൊന്നുമില്ല, മലക്ക് മഴ പെയ്താലും വെള്ളം കലങ്ങും. അപ്പോൾ ക്ഷേത്ര കമ്മിറ്റി ഓഫീസിൽ വിളിച്ചിട്ട് മീനൂട്ട് നടത്താൻ പറ്റുന്ന സമയമാണോ എന്ന് ഒന്ന് കൺഫേം ചെയ്യുന്നത് നല്ലതായിരിക്കും. പെരുമണ്ണ് ശ്രീ ചുഴലി ഭഗവതി ക്ഷേത്രത്തിലെ ആചാരങ്ങളെക്കുറിച്ചും ഐതിഹ്യങ്ങളെക്കുറിച്ചും അനുഷ്ഠാനങ്ങളെക്കുറിച്ചുമാണ് കണ്ണൂർ വിഷൻ ചാനലിൻ്റെ പ്രദക്ഷിണ വഴിയിലൂടെ പ്രേക്ഷകരിലേക്ക് എത്തിച്ചത്. ചുഴലി ഭഗവതി ക്ഷേത്രം അന്നപൂർണേശ്വരിയുടെ ആഗമന കാലഘട്ടത്തിലെ ഉള്ള പ്രാധാന്യം ഈ ചുഴലി ഭഗവതിക്കുണ്ട് എന്നും ഇവിടുത്തെ ആചാര പാരമ്പര്യമെന്ന് പറയുന്നത് പുതുശ്ശേരിയില്ല പാരമ്പര്യമാണെന്നും കൊട്ടിയൂരിലെ ബാവലി പുഴയിൽ നിന്ന് ഒഴുകി വരുന്ന വെള്ളമാണിതെന്നും ഈ പുഴ വളപട്ടണം പുഴയിലേക്കാണ് എത്തിച്ചേരുന്നത്. അതിൻ്റെ
സമീപത്താണ്, ഈ ഒഴുകുന്ന പുഴയുടെ വടക്കു ഭാഗത്താണ് ചുഴലി ഭഗവതി. അത് കിഴക്കോട്ടേക്ക് ദർശനമായ ഭഗവതി മീനൂട്ടിന് ഏറെ പ്രാധാന്യമുള്ള ഒരു ക്ഷേത്രമാണ് ചുഴലി ഭഗവതി ക്ഷേത്രം. ജില്ലയിൽ നിന്നും ജില്ലക്ക് പുറത്തു നിന്നും സംസ്ഥാനത്തിന് പുറത്തു നിന്ന് വരെ ഇവിടെ വന്ന് മീനൂട്ട് നടത്തി കാര്യസാധ്യം നേടുന്നവരേറെയാണ്. ഈ മീനൂട്ടിൻ്റെ ഒരു പ്രത്യേകത, ഇവിടെ രാവിലെ ഉഷപൂജയും ഉച്ചപൂജയും കഴിഞ്ഞാലുള്ള നിവേദ്യം അതുപോലെ തന്നെ ഈ മീനുകൾക്ക് കൊടുക്കുന്നതാണ്. ഭക്തന്മാർ വന്ന് മീനൂട്ട് നടത്തുന്ന സമയത്ത് പൊരിയും അവിലും ചേർത്ത് അത് ക്ഷേത്ര കൗണ്ടറിൽ നിന്ന് വാങ്ങിച്ച് ഭക്തന്മാർക്ക് നേരിട്ട് ഇവിടെ വന്ന് ഈ മീനുകൾക്ക് കൊടുക്കാവുന്ന ഒരു പുണ്യസങ്കേതം. എല്ലാ നവരാത്രി കാലഘട്ടത്തിലും ഗന്ധപൂജയും വിദ്യാരംഭവും നടക്കുന്ന ക്ഷേത്രം. ഒപ്പം കർക്കിടക മാസത്തിൽ രാമായണ പാരായണം, എല്ലാ വെള്ളിയാഴ്ച ദിവസവും മാതൃസമിതിയുടെ നേതൃത്വത്തിൽ ഭഗവതി പ്രീതിക്ക് വേണ്ടി സഹസ്രനാമം, ലളിതാ സഹസ്രനാമ പാരായണം, വിഷ്ണു സഹസ്രനാമ പാരായണം ഇത്യാദി കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ട് അനുഷ്ഠാനം നടക്കുന്ന വളരെ പരിപാവനമായ ശ്രീ ചുഴലി ഭഗവതി ക്ഷേത്രത്തിലെ, പെരുമണ്ണിലെ ചുഴലി ഭഗവതി ക്ഷേത്രത്തിലെ ഐതിഹ്യങ്ങളാണ് ഈ സമയം വരെ നമ്മൾ കണ്ടത്. നമ്മുടെ ഐതിഹ്യങ്ങളും അനുഷ്ഠാനങ്ങളും ഇവിടെ തീരുന്നില്ല. പ്രദക്ഷിണ വഴി മറ്റൊരു ക്ഷേത്രത്തിലൂടെ വീണ്ടും കാണാം. നന്ദി, നമസ്തേ.